പിണറായി വിജയന്റെ വസതിയിൽ നടന്ന ഇഡി റെയ്ഡിന് പിന്നാലെ തലസ്ഥാനത്തുണ്ടായ സംഘർഷാവസ്ഥ പുതിയൊരു നിയമയുദ്ധത്തിലേക്കാണ് വഴിമാറുന്നത്. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ വാഹനവ്യൂഹത്തിന് നേരെ CPM ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ തകർന്ന തരിപ്പണമായ കാറിന്റെ ഡ്രൈവറെ സ്വാധീനിക്കാൻ രാഷ്ട്രീയ തലത്തിൽ നീക്കം നടക്കുന്നു എന്ന സംശയത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി. കേസിൽ നിർണായക സാക്ഷിയായ ഡ്രൈവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന റഹീം MPയുടെ പ്രഖ്യാപനത്തെ ഈ ആംഗിളിലാണ് ED വീക്ഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ കേസിലെ പരാതിക്കാർ. എന്നാൽ ആക്രമണത്തിന്റെ തീവ്രതയും ഗൂഢാലോചനയും തെളിയിക്കാൻ കോടതിയിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ആക്രമികൾക്കിടയിൽ അകപ്പെട്ടുപോയ ആ വാടക കാറിന്റെ ഡ്രൈവർ ഷ്യാമിന്റെ മൊഴിയാണ്. പ്രതിസ്ഥാനത്ത് ഭരണകക്ഷിയായ CPMന്റെ ഉന്നത നേതാക്കളും അണികളും നിൽക്കുമ്പോൾ ഈ കേസിന്റെ വിചാരണ വേളയിൽ ചാലകശക്തിയാകേണ്ട പ്രധാന സാക്ഷിയെ ചുറ്റിപ്പറ്റി നടക്കുന്ന നീക്കങ്ങൾ നിയമവൃത്തങ്ങളിൽ ചർച്ചയായി കഴിഞ്ഞു. സംഭവത്തിന് തൊട്ടു പിന്നാലെ താനൊരു CPM അനുഭാവിയാണ് എന്ന് ഡ്രൈവർ ഷ്യാം പരസ്യമായി പ്രതികരിച്ചതിന് പിന്നാലെ പാർട്ടി പ്രവർത്തകർ തന്റെ ഉപജീവന മാർഗം തകർത്തതിലുള്ള വിഷമവും ആശങ്കയുമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ ചെറുപ്പക്കാരൻ പങ്കുവച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ റഹീം MP ഡ്രൈവറെ നേരിട്ട് വിളിച്ച് സംസാരിച്ചതും കാറിന്റെ കേടുപാടുകൾ തീർക്കാൻ പാർട്ടി വകയായി നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിച്ചതും. ഒറ്റനോട്ടത്തിൽ ഇതൊരു മാനുഷിക പരിഗണനയായി തോന്നുമെങ്കിലും നിയമപരമായി ഇതിന് പിന്നിൽ വലിയൊരു അജണ്ടയുണ്ടെന്നാണ് EDയുടെ വിലയിരുത്തൽ. CPM ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയും റഹീമിനാണ്. കേസിലെ ഒന്നാം സാക്ഷിയായി മാറാനിടയുള്ള വ്യക്തിയുമായി പ്രതിസ്ഥാനത്തുള്ള പാർട്ടിയുടെ ഉന്നത നേതാവ് നേരിട്ട് ചർച്ച നടത്തുന്നതും സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്നതും സാക്ഷിയെ സ്വാധീനിക്കാനുള്ള പ്രതിപക്ഷ നീക്കമായി ED ഇനി കോടതിയിൽ ഉന്നയിച്ചേക്കാം. കേസ് വിചാരണയിലേക്ക് കടക്കുമ്പോൾ ഡ്രൈവർ മൊഴി മാറ്റിയാൽ പോലും വിചാരണയ്ക്ക് മുൻപ് CPM നേതൃത്വം അദ്ദേഹവുമായി നടത്തിയ ഈ സാമ്പത്തിക ഇടപാടുകളും ചർച്ചകളും പ്രതികൾക്ക് തിരിച്ചടിയാകാൻ തക്കവണ്ണം ശക്തമാണ്. സാക്ഷിയെ ഭയപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ കൂറുമാറാൻ ശ്രമിച്ചു എന്ന് വാദിക്കാൻ ഈ നഷ്ടപരിഹാര പ്രഖ്യാപനം പ്രോസിക്യൂഷന് വലിയ ആയുധമാക്കാം. മുൻ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ വെച്ച് EDക്ക് നേരെയുണ്ടായ ആക്രമണം അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കോടതികളും വീക്ഷിക്കുന്നത്.